എന്റെയൊക്കെ പരസ്യം വായിക്കാനല്ലേ ഞാൻ കാശ് കൊടുത്ത് പത്രം വാങ്ങുന്നത്. അമ്മേ അമ്മേ എന്നതാടാ? അമ്മ ഇവിടെ ഇത്ര സ്ഥലം കിടന്നിട്ട് ഈ മാവിന്റെ ചോടിട്ട് നമുക്ക് ചവറെത്തിക്കാൻ പറ്റത്തുള്ളോ? അത് നീ നട്ട് വളർത്തിയതൊന്നും അല്ലല്ലോ, അത് തന്നെ ഇവിടെ മുളച്ചു വന്നല്ലയോ? ഈശ്വര, എന്റെ മാവ്. ഓ, ഈ തവി. ആഹാ, മാവ് പൂക്കുറ്റി പോലും പൊങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വെള്ളപ്പം എന്താണേലും കലക്കും. എന്നോട്ടാണോ അമ്മ ഓടിയത്? ഇപ്പൊ മനസ്സിലായി ഞാൻ വീടിന്റെ അകത്ത് ടൈലിടാത്ത എന്താന്ന്. ഇല്ലെങ്കിൽ നീ ഇവിടെ മുഴുവൻ ടൈലൊട്ടിച്ച് അങ്ങ് താജ്മഹൽ ആക്കിയേനെ. ഒന്ന് പോയടേ ഇരിക്ക. ആ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ഇല്ലടാ, ഇന്നത്തെ വേലിയേറ്റത്തിൽ പൊങ്ങിയതാ. എനിക്ക് അറിഞ്ഞുകൂടെ നിന്നെ? തേങ്ങാവെള്ളവും ചെറുപഴവും അരച്ച് ചേർത്തേക്കുന്നേ. ഇനി അതിന്റെ പേരിൽ വെള്ളയപ്പം കഴിക്കാതിരിക്കണ്ട. എടുത്തോന്ന്. പുറത്തു കൊടുത്ത 8 രൂപ കിട്ടുന്ന മുട്ട എടുത്തിട്ട് അവന്റെ പിള്ളേര് കളി. എന്നതാടാ ഇത്? ആരെ കാണിക്കാനാടാ അവന്റെ ഒരു കൃതാവ്. ഓ, നോക്കണ്ട. ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ട്. പോലെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരും ഉണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റ് എന്ത് തോന്നുന്നു? ഓ, എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല, ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമുഴ രണ്ടെണ്ണോ കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശില കലക്കി ഒഴിച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, ഇതേ മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി. നീ മാറിക്കേ. ഇവരൊക്കെ അഭിപ്രായം ആലോചിച്ച് വേണമെങ്കിൽ നമുക്ക് ചെത്തിക്കളയാം ഈ ഭാഗം, അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണ്. ചെത്തിക്കളയാൻ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ സോമൻ പറഞ്ഞല്ലേ, എന്നാ പിന്നെ മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. കറക്റ്റ്. സാർ ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയാണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്നു പരിസ്ഥിതിസോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കട്ടിയണം. പിള്ളേരെ പെണ്ണുങ്ങളെ കോരുന്ന ഓഫീസാ. ഈ എ സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ ശരിയാണല്ലോ, ആള് കൊള്ളാലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കേറി വരുമോ? ഏയ്, നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിനി പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു. ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? ആശാന് പറ്റിയ ശിഷ്യ. ഹലോ, കൃഷി ഓഫീസ് ആരാണ്? സർ, ഞാൻ രാവിലെ വിളിച്ച ആരാധികയാണ്. ഓ, താൻ ഇത്ര പെട്ടെന്ന് ആരാധികയോ? ആ,
തനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ആ ഈ ഇരുട്ടത്ത് മരത്തിന് മേലെ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന റിസ്ക് അല്ലേന്ന് വിചാരിച്ചു വിളിച്ചതാ. എന്ത് റിസ്ക്? ഈ ലോകത്ത് കുരങ്ങന്മാർ മുഴുവൻ മരത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ടാണോ സാറ് മരത്തിൽ കയറിയിരിക്കുന്നത്? എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. എടോ, താൻ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ടീമിലുള്ള ആളല്ലേ? ഇതിന്റെ സമരം പൊളിക്കാനുള്ള മയക്കുവിളിയല്ലേ? അയ്യേ, ഞാനാരെയും മയക്കാൻ വിളിച്ചോന്നല്ല. ഒരു സപ്പോർട്ട് തരണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായി ഇനി വിളിക്കുന്നില്ല. സോറി. ഹലോ ഹലോ, എന്നാ മിണ്ടാത്തെ? രാവിലെ വിളിച്ച് കുട്ടിയാണോ? കുട്ടിയാ? ഞാൻ നിന്റെ തള്ളയാടാ. ഓ, അമ്മയാണോ? എന്താ കാര്യം? അല്ല, നിനക്ക് സമരം ചെയ്യാനേ താഴെ എങ്ങും സ്ഥലം കിട്ടിയില്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ, നീ വല്ലതും കഴിച്ചോ? അമ്മ, ഇത് ഉപവാസ സമരമല്ലേ? അല്ല, സമരം എന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് കരുതി ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഒരു ചീരത്തോരൻ. അല്ലെങ്കിൽ 24 മണിക്കൂറും ചീരത്തോരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ചീരത്തോരൻ ഇഷ്ടമല്ലേ? ഇഷ്ടവാ. ഹലോ ഹലോ അമ്മ. ഹലോ ഹലോ അമ്മ. ഇഷ്ടവാ ഇഷ്ടവാന്ന് പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടവാ. എടാ, ഒരു അടിപ്പാവടയും കൂടെ ഉണ്ടേ. സാരി, പാവാട, ബ്ലൗസും ഉണ്ട്. ഇങ്ങനെ 1050 സാധനം ഇട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? വല്ല നൈറ്റ് ഇട്ട് കിടന്നാ പോരെ? എന്നാ നാളെ മുതൽ ഞാൻ നൈറ്റി ഇട്ടോളാം. എന്നിട്ട് നിനക്കൊരു ലോഹയും മേടിച്ചു തരാം. അതാകുമ്പോ പിന്നെ പാൻറ് ഷർട്ടും വലിച്ചു കയറ്റി കഷ്ടപ്പെടണ്ടല്ലോ. ഫോൺ അടിക്കുന്നുണ്ട്, ചെല്ല്. ഫോൺ അടിക്കുന്നെന്ന്. ഒരു പാവാടക്കാരി. ഹലോ, ആരാ? ഇത് സോമൻ സാറിന്റെ വീടല്ലേ? ഇതെന്റെ വീടാ. അവൻ തന്നെ ഒരു അധികപ്പറ്റാ. മോളേതാ? ഞാൻ സോമൻ സാറിന്റെ ഒരു ആരാധികയാണ്. സാറിന് ഇത് കൊടുക്കോ? അയ്യോ, ഇപ്പൊ ഒരെണ്ണം കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ക്ഷീണം മാറിയിട്ട് പോരെ? ആണോ? എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതായിരിക്കും നല്ലത്. അവനെ തുണി അലക്കുക. എടാ, എന്റെ ഒരു ആരാധിക വിളിച്ചത്. അയ്യോ, എന്നിട്ട് എന്നെന്താ വിളിക്കാഞ്ഞേ? എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.